ഇഞ്ചാടെ പതാപറമ്പന്റെ ഗോഡൌണോടാ. ഗോഡൌണ് അങ്ങാട്ടെല്ലാം പോ. അയ്യോ എടാ പാപ്പിയേ, അയ്യോ എന്റെ കൈ വയ്യായേ, അയ്യോ എന്നെ ഒന്ന് താങ്ങടാ, എന്നെ പാറ്റ തള്ളിയിട്ടടാ, അയ്യോ അയ്യോ കിടപ്പുണ്ടോ പാറ്റേ പഴുതിനോട് ആശാനെ പിടിച്ച് പോക്കടാ. എടാ പാപ്പി ആടാ മുട്ടണത്. ക്ലൈന്റ് ആണെന്ന് തോന്നുന്നു. മൂടാനൊന്നും നിക്കാതെ പോടാ. ആകെ ഞാനിപ്പോ പടവും കട്ടൻ ചായ
മമ്മി പപ്പ എവിടെ? ഒന്ന് വേഗം വരാൻ പറ. ആഹാ, ഇപ്പൊ അങ്ങനായോ? നീ വൈകിയതുകൊണ്ടല്ലേ സ്കൂൾ ബസ് പോയേ? ഗിരിയേട്ടാ, ഒന്ന് വേഗം വരുന്നുണ്ടോ? ഇവളുടെ ഒരു കാര്യം എന്തുവാടി ഇത്? മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്നും ഒരുങ്ങാനും സമ്മതിക്കത്തില്ലേ? ഓ, ഒരു ഒരുക്കം ഈയിടെ കുറച്ച് കൂടുതലാ. നിന്റെ ഈ ഗ്ലാമറിന്റെ ഒപ്പം ഒന്ന് പിടിച്ചു നിക്കണ്ടാടി എന്റെ മോളെ. പോടുന്ന്. നന്ദുട്ടാ, പിടിച്ചിരുന്നോണം കേട്ടോ. മോനെ ഭക്ഷണം നല്ലപോലെ കഴിക്കണം, സ്കൂളിൽ ചെന്ന് മിടുക്കനായിട്ട് ഇരിക്കണം. ഇതൊക്കെയല്ലേ പറയാൻ വരുന്നത്? ഇതൊക്കെ ഞാൻ സ്കൂളിൽ കൊണ്ട് ഇറക്കുമ്പോൾ പറഞ്ഞോളാം. ഓക്കെ, ബൈ. പപ്പ ഇവിടെ നിർത്തട്ടെ. മോൻ ഇവിടെ നടന്ന് സ്കൂളിലേക്ക് പോയില്ലേ? ഓക്കെ, ആ ഇറങ്ങ. പപ്പ എനിക്കൊരു വീഡിയോ ഗെയിം വാങ്ങി തരണേ. ഓ, വാങ്ങിച്ചു തരാം കേട്ടോ. ബൈ ബൈ. ബൈ ബൈ. അയ്യോ, ഇയാളിപ്പോൾ എന്തിനാണോ ഇതൊക്കെ വിളിക്കുന്നത്? ഇതിവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ തന്നെ നല്ലൊരു കോളത്ത് നാശം. ഡാ, ഓ എടുക്കണ്ട. ആശാന ബോസാണ്. അതാ പറഞ്ഞ എടുക്കണ്ടെന്ന്. ഈ വർക്ക് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും. അത് ബോസ് ഡാ, ബാപ്പയോടെ പുറത്തുണ്ട്. വർക്കിന് റെഡി ആയിക്കോ. ആ ഹലോ. ആ ഗൗരി. ഗിരിയേട്ട, നമ്മുടെ മോൻ. $25 ലക്ഷം 24 മണിക്കൂറും 3-4 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 25 ലക്ഷം അല്ല 50 ലക്ഷം രൂപയാലും ഞാൻ ഉണ്ടാക്കിയേനെ. ഇതിപ്പോ ഇത്ര പെട്ടെന്ന് ഞാൻ എങ്ങനെയാ ഗൗരി? ഫൈസലെ, നീ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യടാ. തമ്മിൽ തമ്മിൽ പറഞ്ഞിരിക്കാതെ എന്തെങ്കിലും ചെയ്യേ. വിറ്റിട്ടോ കട്ടിട്ടോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനോട് വേണം.
നീ ഒന്ന് സമാധാനിക്കുക. ഇത്രയും വലിയ തുക ഇത്ര പെട്ടെന്ന് എവിടെ നമ്മൾ സംഘടിപ്പിക്കാനാ? ആര് കൊണ്ട് തരാനാ നമുക്ക്? ദൈവം സഹായിച്ച് ആ പണം നമ്മൾ ഉണ്ടാക്കും, എന്ത് വിറ്റിട്ടായാലും. ഫൈസലേ, നീ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യടാ. ആലോചിച്ചിട്ടാണെങ്കിൽ കൈയും കാലും മറിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഗിരീഷേ, നീ പറയുന്ന പോലെ നമുക്ക് പ്രോപ്പർട്ടി വിൽക്കാനുള്ള സമയമൊന്നുമില്ല. അത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ പോലീസിൽ അറിയിക്കുന്നതും ബുദ്ധിയല്ല. ഞാൻ ആലോചിച്ചിട്ട് നമ്മളെ രക്ഷിക്കാൻ ഒരൊറ്റ ആൾക്കേ സാധിക്കൂ. പക്ഷെ ഞാനത് പറഞ്ഞാൽ നിങ്ങളാരും എന്നെ കടിച്ചു കയറാൻ വരല്ല. ഗൗരിയുടെ ഡാഡി തമ്പിയല്ല. വേണ്ട, അയാളുടെ ഒരു സഹായം ഇവിടെ ആർക്കും വേണ്ട. അത് ഗിരിയുടെ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഫൈസൽ പറഞ്ഞത് ശരിയാ. പണം കൊണ്ടായാലും അധികാരം കൊണ്ടായാലും ഇപ്പൊ നമ്മുടെ മോനെ രക്ഷിക്കാൻ ഡാഡിക്കേ കഴിയൂ. എന്റെ ഡാഡിയാ, എന്റെ മോന്റെ കാര്യ ഞാൻ വിളിക്കും. ഗൗരി, 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 ഡീ, എണീക്ക്. ഇവിടെ ഇരിക്ക്. ഒന്ന് റിലാക്സ് ആവേ. ഞാൻ ഇപ്പം വരാം. ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഗിരീഷിന്റെ കൂടെ ജീവിക്കും. ഗിരീഷിന് ആരുമില്ല, പക്ഷെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഡാഡിക്ക് അതൊരിക്കലും കാണാൻ കഴിയില്ല, ഞങ്ങളെ മനസ്സിലാക്കാനും കഴിയില്ല. നിന്റെ ഒരു കാര്യങ്ങൾക്കും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. നീ അവന്റെ കൂടെ പോയാൽ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ടി വരും. അങ്ങ് എന്നെ ഓർക്കരുത്. പോലീസിൽ അറിയിക്കണ്ട എന്ന് പറഞ്ഞാൽ? വേണ്ട ഡാഡി, അവരെത്രക്കാരാ എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാ. നമ്മുടെ എന്തെങ്കിലും നീക്കം അവരറിഞ്ഞ കുഞ്ഞിനെ അവര് ജീവനോടെ വെച്ചേക്കില്ല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും. കരയണ്ട. ആ, സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാതിരിക്കുന്ന എങ്ങനെയാ അല്ലേ? എനിക്കറിയാം
പണം ഞാൻ തരാം. നാളെ എത്ര മണിക്ക് ചെല്ലാനാ പറഞ്ഞേ? 10 മണിക്ക് മേനാട്ട് ചേരിക്കടുത്തുള്ള ഗ്രൗണ്ടിൽ. ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ തനിക്ക്? ഇല്ല. ആ മോൻ പിടിച്ചോ. നീ എന്താ ആളെ മണ്ടനാക്കുക? ഇത് ഇന്നലെ നിന്റെ മകൻ കഴിച്ചതിൻ്റെ ബില്ല. സോ എക്സ്പെൻസീവ്. ടെൻഷൻ വന്നാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ഇത്ര ചെറുപ്പത്തിലേ നല്ലതല്ല. ഞങ്ങൾ തന്നെ ഞാലിപ്പൂന കഴിക്കണേ. നന്ദൂട്ടന് കാര്യങ്ങളൊക്കെ അറിയാം. അവനെ ബലം പ്രയോഗിച്ച് പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. കുട്ടിയെ കിട്ടിയ ശേഷം ഫോട്ടോയുടെ ബാക്കിലുള്ള നമ്പർ വിളിച്ച് തുക ആവശ്യപ്പെടണം. 50,000 രൂപ. അതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. ഇത് ചെറിയൊരു അഡ്വാൻസ്. ബാക്കി കാര്യം നടന്നതിന് ശേഷം. ഓക്കെ. നന്ദൂട്ടാ, പപ്പ ഒരു കാര്യം പറഞ്ഞാ മോൻ അനുസരിക്കുമോ? ഇന്ന് വൈകിട്ട് സ്കൂൾ വിടുമ്പം മോനെ കൂട്ടാൻ ഒരു അങ്കിൾ വരും. മോൻ ആ അങ്കിളിൻ്റെ കൂടെ പോകണം. ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഇന്ന് അവിടെ താമസിക്കുകയും ചെയ്യണം. നാളെ പപ്പ വന്ന് മോനെ കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. അതെന്തിനാ പപ്പ? നന്ദൂട്ടിന് പപ്പയെ ഇഷ്ടല്ലേ? പപ്പ പറഞ്ഞ അനുസരിക്കില്ലേ? അനുസരിക്കാം. പക്ഷേ ഒരു കാരണവശാലും അമ്മയും മുത്തച്ഛനും ഇതൊന്നും അറിയാൻ പാടില്ല. അതെന്തിനാ പപ്പ? ഒരു സൂത്രം ഒപ്പിക്കാനാ. അങ്ങനെ ചെയ്താ മോൻ പറയുന്ന എന്തും പപ്പ വാങ്ങിച്ചു തരാം. പപ്പ പറഞ്ഞ അങ്കിളുമാർ വൈകിട്ടേ ഇവിടെയാ ഉണ്ടാവുക കേട്ടോ. പപ്പ ഇവിടെ നിർത്തട്ടെ. മോൻ ഇവിടെ നടന്ന് സ്കൂളിലേക്ക് പോയില്ലേ? ഓക്കെ. ആ ഇറങ്ങ്. പപ്പ എനിക്കൊരു വീഡിയോ ഗെയിം വാങ്ങിത്തരണേ. ഓ വാങ്ങിച്ചു തരാം കേട്ടോ. ബൈ ബൈ. ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ. ഓക്കെ. വാടാ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞ ഇത്ര തുകയെടുത്ത് മറിക്കരുത്. ഇനി കുറഞ്ഞ സമയം കൊണ്ട് കാശ് എവിടെ നിന്നുണ്ടാക്കാനാ? അതിനൊക്കെയുള്ളൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് മോനെ. അതിന്റെ റിസൾട്ട് ദാ ഇപ്പം ഇങ്ങ് വരും. നീ അന്ന് പറഞ്ഞ പ്ലാനാണോ? പതാപ്പരമ്പരെ പോയി കണ്ടോ? ആ അന്ന് നിന്നോട് അങ്ങേരെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പം എന്തായിരുന്നു നിന്റെ ഒരു ജാട? അത് വിട്. നിന്റെ അമ്മായപ്പൻ ഇത് വീഴുവോ?
അങ്ങേർക്ക് നിന്നോട് ഒടുക്കത്തെ കലിപ്പല്ലേ? നന്ദൂട്ടനെ അങ്ങേർക്ക് വലിയ കാര്യമാണ്. ഇടയ്ക്കൊക്കെ സ്കൂളിൽ പോയി അവനെ കാണാറുണ്ട്. കാര്യം നടന്നാ 25 ലക്ഷം രൂപ നമ്മുടെ കയ്യിരിക്കും. ഹലോ ഗൗരി, അവന്മാര് പണി പറ്റിച്ചടാ ഫൈസലേ. കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ അമ്മായി അപ്പൻ്റെ കാര്യം തുടക്കം ഇട്ടോണം. ബാക്കി കാര്യം ഞാൻ ഇട്ടു. ഡൺ. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? നീയല്ലേ പറഞ്ഞ ഇതിൽ അയാൾ വീഴുന്നു, എന്നിട്ട് വീണതോ ഗൗരിയും. എന്നെ കൊണ്ടൊന്നും പറയരുത്. കഷ്ടാലം വന്ന അങ്ങനാടാ. കയ്യിരിക്കുന്ന കാശും പോയി. ശ്ശേ. അതെ അതെ. ഹലോ, നീ കളിച്ച കളി നിന്റെ ഭാര്യ അറിയണ്ടെങ്കിൽ, നിന്റെ കുട്ടിയെ ജീവനോട് വേണമെങ്കിൽ 25 ലക്ഷം രൂപയുമായി ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് നീ വരണം. ഹലോ, നിങ്ങളാരാ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ശ്ശേ. അവൻ്റെ കൈ അടി. ഉം. ഉം. അവൻ്റെ കൈ വെക്കടാ. നിന്നെയൊക്കെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ലല്ലോടാ. എന്താടാ ഫോൺ എടുക്കാത്തത്? അതാ പറഞ്ഞെടുക്കണ്ടാന്ന്. ഈ വർക്ക് കഴിഞ്ഞിട്ട് മതി, ബാക്കി എന്തും. എന്താടാ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? അത് ബോസേ, ഒരു വർക്ക് ഉണ്ടായിരുന്നു. എന്തു വർക്ക്? അത് ബോസ് ഒരുത്ത അമ്മാച്ചിട്ട് ഒരു മുട്ടം പണി കൊടുത്തു. അത് സ്വന്തം മോനെ വെച്ചിട്ട്. അതാ അമ്മാച്ചിന് എപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ത് മണ്ടറാണല്ലേ. എന്താണ് ബോസ്? അത് ഞാനടാ നായിന്റെ മോനെ. പറഞ്ഞു വരുമ്പോ തമ്പിയും ഒരു ചെറ്റയാ. പക്ഷേ ബന്ധങ്ങളെ വെച്ച് കളിച്ചിട്ടില്ല. ഇത് കളി പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാ. ഡാ, കുഞ്ഞിനെ ഒന്നുകൂടി പൊക്ക്. ആ. കുഞ്ഞിനെ ഒന്നുകൂടി പൊക്ക്. 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 കുഞ്ഞിനെ ഒന്നുകൂടി പൊക്ക്